അതുപോലെ 18-ാം മൈൽ യുവജന ഫെഡറേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള മെഹാ ഫുഡ് മത്സരത്തിൽ നിയമാവലി ഈ മത്സരത്തിൽ പ്രാധാന്യമുള്ളതിനാൽ അത് ഓരോ ടീമിനെയും അറിയുകയാണ്. അവതരണ ശൈലിയിൽ പുതുമ ഉണ്ടായിരിക്കണം. പുതിയ തന്മയാർന്ന പാട്ടിന് മുൻഗണന ഉണ്ടായിരിക്കും. ടീമിന്റെ ചുവടുകൾ തമ്മിലുള്ള ഏകീകരണം ഉണ്ടായിരിക്കണം. താളത്തിനൊത്തുള്ള മുട്ടിന് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. മുഖത്ത് ഓരോ ഭാവപ്രകടനം കളിയുടെ ഉടനീളം ഉണ്ടായിരിക്കണം. പാട്ടും കളിയും തമ്മിലുള്ള താളാത്മകത ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാം ശൈലി വിഭാഗത്തിൽ എല്ലാ കളിക്കാരും മെയ് വഴക്കത്തിൽ ഏകീകരണം ഉണ്ടായിരിക്കണം. ഓരോ ടീമിൽ 8 അല്ലെങ്കിൽ 12 പേർ മാത്രമേ കളിക്കുവാൻ പാടുള്ളൂ. കൂടുതൽ പേർ ഉണ്ടെങ്കിൽ ആ ടീമില് മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതല്ല. ചുവടുകളിൽ സ്റ്റെപ്പ് ഔട്ട്, ചുവട് അറപ്പ് എന്നിവ സംഭവിക്കുന്നത് നെഗറ്റീവ് മാർക്ക് ആയിരിക്കുന്നതാണ്. ഒരേപോലുള്ള വസ്ത്രധാരണ, തലക്കെട്ട് എന്നിവയ്ക്ക് പ്ലസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പാട്ടുപാടി കളിക്കുന്നതിന് മുൻഗണന ഉണ്ടായിരിക്കുന്നതല്ല. മാപ്പിളപ്പാട്ട്, മധുഗാനം പോലുള്ള തനത് മാപ്പിള ഗാനങ്ങൾ കോർത്തിണക്കിയെ ചിട്ടപ്പെടുത്തിയ കളികളാണ് അഭികാമ്യം. പാട്ടിന്റെ ഇടയിൽ ദീർഘദൂര സ്ട്രക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കളിയുടെ ഇടയിൽ ഔറത്ത് വെളിവാകുന്ന രീതിയിൽ അടിവസ്ത്രം കാണുന്നത് നെഗറ്റീവ് മാർക്കിന് അടിസ്ഥാനമായിരിക്കും. കളിയുടെ ഇടയിൽ കളിക്കുന്ന പാട്ട് നിന്ന് പോയാൽ ആ ടീം മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതാണ്. സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവാണെങ്കിൽ ഒരു അവസരം കൂടി ടീമിന് നൽകുന്നതാണ്. വസ്ത്രധാരണ രീതിയിൽ ആകർഷണതയും പുതുമയും കൊണ്ടുവരുന്ന ടീമിന് ഏകീകരണം ഉണ്ടായിരിക്കുന്നതാണ്. മുഖത്ത് കളിയുടെ ഉടനീളം ഒന്നാം ശൈലിയിൽ ഏകീകരണമായ മുഖഭാവം, ചിരി അത് നിലനിർത്തേണ്ടതാണ്. രണ്ടാം ശൈലിയിൽ കളിക്കുന്ന ടീമുകൾ ശ്രദ്ധിക്കുക. രണ്ടാം ശൈലിയിൽ തറയിൽ ഇരുന്ന് കാല് നീട്ടിവെച്ച് കളിക്കുന്നതും കിടന്നു കളിക്കുന്നതും ശരിയായ പ്രവണത അല്ലാത്തതിനാൽ അതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കളിക്കുന്ന ടീമിലെ ഓരോ കളിയിൽ നിന്നും ദഫ് താഴെ വീണ് കഴിഞ്ഞാൽ ദഫ് പൊട്ടുകയോ ചെയ്താൽ ടീം മത്സരത്തിൽ നിന്നും പുറത്താകുന്നതാണ്. ഓരോ ടീമിനും അനുവദിച്ചിട്ടുള്ള ടൈം സ്ലോട്ടിൽ തന്നെ വളരെ വേഗം സ്റ്റേജിൽ എത്തിച്ചേരേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രതികൂല കാലാവസ്ഥ ഓരോ ടീമും മനസ്സിലാക്കി വേണം മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. വിധികർത്താക്കളുടെ തീരുമാനം അന്തിമമായിരിക്കും. അവരെ ചോദ്യം ചെയ്യുവാൻ പാടുള്ളതല്ല. ഓരോ ടീമും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും സംശയങ്ങളും ഏതെങ്കിലും ടീമിന് സംഭവിച്ചാൽ സംഘാടകരുടെ അറിവോടെ ടീം ക്യാപ്റ്റൻ മാത്രം വിധികർത്താക്കളോട് മാന്യമായ രീതിയിൽ സംസാരിച്ച് സംശയം തീർക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ഓരോ ടീമിന്റെ ശ്രദ്ധയ്ക്ക് എൻട്രി ഫീസ് സംഘാടക സമിതി അനുവദിച്ചിട്ടുള്ളത് 500 രൂപയാണ്. പരിപാടിയിൽ മാറ്റം വരുത്തുവാൻ സംഘാടക സമിതിക്ക് ഈ പ്രതികൂല കാലാവസ്ഥയായതിനാൽ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ നിയമാവലികൾ ശ്രദ്ധിച്ചു വേണം ഓരോ ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കുവാൻ. യുവജന ഫെഡറേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള പ്രിയമുള്ളവരെ, PMYF 18-ാം മൈൽ യുവജന ഫെഡറേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ജില്ലാതല ഫുഡ് മത്സരം ആദ്യ മത്സരം വേദിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. കോഡ് നമ്പർ ഏറ്റുവാങ്ങിയിട്ടുള്ള മുഴുവൻ ടീമുകളും മത്സരത്തിനായി തയ്യാറാകുക. 18-ാം മൈൽ യുവജന ഫെഡറേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ജില്ലാതല ഫുഡ് മത്സരം ഈ വേദിയിൽ പ്രൗഢ മനോഹരമാകാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ മത്സരം ഇവിടെ വിധികർത്താക്കളായി എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിലങ്ങോളം ഇങ്ങോളം ഒട്ടനവധി പരിപാടികളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള മുഹസിൻ ആറ്റിങ്ങൽ, ആഷിഖ് അനസ് നെയ്യാറ്റിൻകര തുടങ്ങിയ വ്യക്തിത്വങ്ങളാണ് ഈ വേദിയിൽ മത്സരം വിധി നിർണ്ണയിക്കുന്നത്. ഇരുവർക്കും PMYF-ന്റെ ഈ